നിങ്ങളുടെ കൂട്ടായ്മയുമൊക്കെ അല്ലെങ്കിൽ ആ കൂട്ടായ്മയിലെ ഉത്സാഹവുമൊക്കെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒത്തുചേരലോ അതല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കുവാനുള്ള ദൃഢനിശ്ചയത്തെ ഒന്നുകൂടെ ഊട്ടിയുറപ്പിക്കുകയല്ല. ഏപ്രിൽ 9 എന്ന് പറയുന്നൊരു ദിവസം ഞങ്ങളുടെ ഓണാട്ടുകാര ഭാഷയിൽ പറഞ്ഞ ടീ പ്രാക് എന്ന് കടന്നു പോകുമ്പോൾ ഞാനും നിങ്ങളും നമ്മൾ ഉയർത്തുന്ന രാഷ്ട്രീയവും ഇന്നലെ വരെ ആ രാഷ്ട്രീയത്തെ എതിർത്തവരുമല്ല മൂന്നാമത് ഒരു ഭരണം ഒരു തവണ കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കണമെന്നാണ്. നിങ്ങളുടെ കൺമുമ്പിലുള്ള വസ്തുതകളെല്ലാം പരിശോധിച്ചാൽ മനസ്സിലാവും. എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഏത് മുന്നണി ജയിക്കും എന്നൊരാശങ്കയും വളരെ കടുത്ത മത്സരവുമൊക്കെ നിലനിൽക്കുമ്പോൾ ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിലെത്തും എന്ന കാര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ വോട്ടർ പട്ടിക നോക്കി LDF-ന്റെ UDF-ന്റെ ഒക്കെ വീട് മാറ്റി മാറ്റി എഴുതി UDF-ന്റെ വീട്ടിൽ കയറാതിരിക്കുന്നത്. അപ്പോൾ ഞാനും അന്താളിച്ചു. അതുവരെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് LDF-ന്റെ ഉറച്ച വോട്ടുകൾ സംരക്ഷിക്കുകയും സ്വാധീനിക്കാൻ കഴിയാവുന്ന വോട്ടുകൾ സ്വാധീനിക്കുകയും. അപ്പം ഞാൻ ചോദിച്ചു, അല്ല പ്രഭ എന്താ അങ്ങനെ പറഞ്ഞത്? അത് സഖാവെ വ്യത്യസ്ത കാരണങ്ങളാൽ രാഷ്ട്രീയമായിട്ട് കോൺഗ്രസിൽ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട് എങ്കിൽ പോലും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരണമെന്ന് കേരളത്തിലെ ആബാലവൃദ്ധം ആളുകൾ, കൃത്യമായ അവരുടെ എണ്ണം പറഞ്ഞാൽ 1,10,00,000 ആളുകൾ വിചാരിക്കുന്നു. ജനാധിപത്യ മുന്നണി എന്ത് നോട്ട് ചെയ്യണമെന്ന് ചോദിച്ചാൽ 965 കാര്യങ്ങൾ 868 കാര്യങ്ങൾ ചെയ്തത് അവിടെ ഇരിക്കട്ടെ. അതിൽ ഒരു കാര്യമുണ്ട് കേട്ടോ, അത് ഈ കേരളത്തിന്റെ അല്ല ലോകത്തിന്റെ ചരിത്രത്തിൽ അടയാളപ്പെടുന്നു. നമ്മുടെ വീട്ടകങ്ങളിൽ സ്വന്തം ജീവിതത്തെ അടുക്കളയിലേക്ക് മാറ്റിവെച്ചുകൊണ്ട് കുടുംബത്തെ സംരക്ഷിക്കുന്ന, അവരുടെ അധ്വാനത്തിന് അണാപൈസ വിലയുണ്ടെന്ന് പൊതുസമൂഹം തിരിച്ചറിയാത്ത വീട്ടമ്മമാർ. ആ വീട്ടമ്മമാരെ കുറിച്ച് ഏറ്റവും നല്ല വരികൾ എഴുതിയത് തൊട്ടപ്പുറത്ത് തമ്പ്യാടിക്കൽ തറവാട്ടിൽ ജനിച്ച ONV കുറുപ്പ. സ്ത്രീകളെ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ്: അരിയ ഹരിചന്ദനം പോലെ അരഞ്ഞരഞ്ഞില്ലാണ്ടാകും അരിയ ജന്മനാരി സുഹൃത്തുക്കൾ. നിങ്ങളെ വിശേഷിപ്പിച്ചത് ചന്ദനത്തോടാണ്. അത് 1000 അല്ല 2000 3000 ആക്കുമെന്നൊക്കെ പറഞ്ഞേക്കുന്നത്. 10,000 രൂപ എന്തിനുണ്ടേ എന്ന് കോൺഗ്രസ് മംഗലം കമ്മിറ്റിയുടെ മകരവടക്ക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഏതെങ്കിലും കവലയെന്ന് ചോദിക്കുമ്പോൾ ഈ 10,000 രൂപ കൊണ്ട് പൊന്നുപോലെ ജീവിതം ക്രമീകരിക്കുന്ന എത്ര കുടുംബങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ? പിണറായി ഭരിക്കുമ്പോൾ റേഷൻ കടയിൽ ഏറ്റവും ഗംഭീരമായ ഉയർന്ന നിലവാരത്തിലുള്ള സാധനം കിട്ടുന്നു. ആ സാധനം വാങ്ങിച്ചിട്ട് ഏതെങ്കിലും രോഗമോ മറ്റോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ആശുപത്രിയിലേക്ക് പോയിക്കുള്ളൂ, ഏറ്റവും ഗംഭീരമായ ചികിത്സ കിട്ടുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ റേഷൻ കടകളിൽ നിന്ന് ധാന്യങ്ങൾ അരിയും മറ്റു ധാന്യങ്ങളും വാങ്ങുവാൻ കഴിയുമായതിനെല്ലാം പണ്ട്. ഇന്ന് അങ്ങനെയാവും. ഏവർക്കും വാങ്ങിച്ചുപയോഗിക്കാൻ കഴിയുന്ന നല്ല അരി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കൊടുക്കുന്ന കടകളാക്കി സാധാരണക്കാരൻ്റെ ആശ്രയമായ റേഷൻ കടകളെ മാറ്റിയത് പിണറായി വിജയൻ സർക്കാരാണ്. അതൊരു ചരിത്രം തിരുത്തിക്കുകയാണ്. ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് ഉമ്മൻചാണ്ടിയുടെ മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിൽപ്പെട്ട 4 പേർ ജയിലിൽ പോയി. അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ്. എന്തിനാണ്? അതിലൊരാളിന്റെ പേര് ഞാൻ ഓർക്കുന്നത്, ജോപ്പൻ. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ജോപ്പൻ. 4 പേർ ജയിലിൽ പോയി. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ 4 സ്റ്റാഫുകൾ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയായി തുടരുമ്പോൾ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ആരെങ്കിലും ഉണ്ടായിരുന്നു മന്ത്രിമാർ?